നമസ്കാരം. ബിഗ് ബോസ് 2024 സന്തോഷ് വർക്കി ഉണ്ടാവും എന്നുള്ളൊരു ഇത് കേട്ട് അതേക്കുറിച്ച് എന്താണ് അല്ല, എന്നെ കഴിഞ്ഞ വർഷമാണ് US ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ഇത് പോകാൻ ഏറ്റവും താല്പര്യം പെരേരയ്ക്കാണ്. അലൻ ജോസ് പെരേരയ്ക്കാണ് പോകാൻ താല്പര്യം. ഞാനിപ്പോ എന്റെ വീട്ടിൽ മാത്രം ഒറ്റയ്ക്കാണ്. പിന്നെ PhD അന്ന് ഗ്യാപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്നെക്കാട്ടും സൂട്ടബിൾ ആള് അലൻ ജോസ് പെരേരയായിരിക്കും. പുള്ളി അതിനുവേണ്ടി നടക്കുക. പക്ഷെ ഒരുപാട് പേര് മറ്റേ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലും കഴിഞ്ഞ എല്ലാ ലിസ്റ്റിലുണ്ട്. പക്ഷെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അതെ, മോഹൻലാലിനെ ഇത്രയും ആരാധിക്കുന്ന ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബോക്സിന് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറയുന്ന ഇതിലിപ്പോ എന്തായാലും അല്ല, എല്ലാ ലിസ്റ്റിലും ഉണ്ട്. പക്ഷെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്താ കഴിഞ്ഞവനെ വിളിച്ചിട്ടില്ല, ഇതവനെ വിളിച്ചിട്ടില്ല. ഈ ദിവസം ലിസ്റ്റ് വന്നു. ലിസ്റ്റിലും ഉണ്ട്. ലിസ്റ്റിലെ കണ്ടു. കഴിഞ്ഞവനെ എല്ലാ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഇതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് ശരിക്കും പറയുന്നത്? എനിക്ക് എന്റെ പ്രൊസീജിയർ അറിയില്ല. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. വരികയാണെങ്കിൽ തന്നെ വരികയാണെങ്കിൽ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇങ്ങനത്തെ കാര്യം PhDയുടെ ഗ്യാപ്പ് എടുക്കാൻ പറ്റില്ല. മദർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് ഏറ്റവും പറ്റിയ ആൾ പെരേരയാണ്, അലൻ ജോസ് പെരേര. പെരേരയാവാനുള്ള കാരണം പുള്ളിയെ ഒരു സ്ഥിരബോധമില്ലാതെ പാട്ട് പാടുന്നു, പ്രസംഗം പറയുന്നു, അങ്ങനത്തെ ഉള്ള രീതിയിലാണ് അലൻ ജോസ് പെരേര. ബിഗ് ബോസ് എന്താണ് അതും കുറെ എല്ലാം ഇങ്ങനെ കോമാളിത്തരല്ലേ കാണിക്കുന്നത്. അതെ, പെരേര പോലെ ആൾക്കാർക്ക് പറ്റിയ കാര്യം തന്നെയാണ്. ബിഗ് ബോസിലൂടെ കോമാളിത്തരമല്ല കാണിക്കുന്നത്. അത്യാവശ്യം ഗെയിമുകളാണ്. ഗെയിമിൽ അത് വിൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് ബിഗ് ബോസ് പോലെ അട്രാക്ഷൻ വേണം ലാലേട്ടനെ കാണാം. ആ ഒരു ഇതാണ്, വേറൊന്നുമില്ല. വിൻ ചെയ്യാനുള്ള പറ്റി ഭയങ്കര ഒരുപാട് എന്തൊക്കെയോ ഞാൻ കാണാറില്ല. ഒരുപാട് മെന്റൽ ഗെയിംസ് മറ്റുണ്ടല്ലോ. ഇപ്പൊ അഖിൽമാരെ പോലെ ആൾക്കാർ എനിക്ക് അത് വലിയ താല്പര്യമില്ല. ഞാൻ കാണാറില്ല, അങ്ങനെ കാണാറില്ല. അതിൽ പോയി കഴിഞ്ഞാൽ വിൻ ചെയ്യാൻ പറ്റുന്നു അതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് മെന്റൽ ഗെയിംസ് കളിക്കണം നമ്മള്. അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പെരേര പോലെ ആൾക്കാരായിരിക്കും കുറച്ചും നല്ലത്. ഇതിലിപ്പോ മറ്റേ നമ്മുടെ അക്ഷയ് റോബിജിൽ അഭിനയിച്ച അദ്ദേഹം പോയി ഓൾറെഡി അക്ഷയ് റോബിജോ സിനിമയിൽ പോയി അഭിനയിച്ചല്ല. ആ പുള്ളി ഡോക്ടർ റോബിനെ ഇതിൽ കൂടെ പൊങ്ങി വന്നത്. അപ്പൊ അതുപോലെ ഒരു കുറച്ചുകൂടി ഫേമസ് ആവുള്ളൂ. ഇപ്പൊ തന്നെ ഫേമസ് ആണ്, കുറച്ചുകൂടി ഇതാ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ മദർ ഒറ്റയ്ക്കാണ്, പിന്നെ പ്രായമുണ്ട്, പിന്നെ PhD ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന് ഗ്യാപ്പ് എടുക്കാൻ പറ്റില്ല. പല കാരണം എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്തിനാണ് PhD ചെയ്യുന്നത്? ഫിലോസഫി ഓഫ് സയൻസ്. ഞാൻ ബേസിക് എഞ്ചിനീയർ ആണ്. പിന്നെ ഫിലോസഫിയിലാണ് PhD ചെയ്യുന്നത്. എനിക്ക് പല IIT മറ്റിൽ അഡ്മിഷൻ കിട്ടിയാണ്. പക്ഷെ പോകാൻ പറ്റില്ല, ഫാദർ മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് കാരണം എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ബിഗ് ബോസ് വിളിക്കുകയാണെങ്കിലോ? വിളിക്കുമ്പോ അപ്പൊ ആലോചിക്കാം, നോക്കട്ടെ എന്തെങ്കിലും പോകാൻ പറ്റുമോ നോക്കട്ടെ. പോകണമെന്ന് ആഗ്രഹമില്ല. പറ്റുകയാണെങ്കിൽ പോകും. വരട്ടെ, വരുമ്പോ അറിയാം. മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നേരല്ലേ മലൈക്കോട്ടെ വാലിബൻ എങ്ങനെ വരുമെന്ന് അറിയില്ല. കാരണം ഇപ്പൊ മമ്മൂട്ടിയുടെ പടങ്ങള് ഞാൻ മോഹൻലാൽ ഫാൻ ആണെങ്കിലും പറയാം, മമ്മൂട്ടിയുടെ പടങ്ങൾ ഗ്യാരണ്ടി ഉണ്ട്. ആ ഒരു ഗ്യാരണ്ടി ഇപ്പൊ മോഹൻലാലിനില്ല. പക്ഷെ നേര് നല്ല മൂവിയായിരുന്നു. മോഹൻലാൽ ഗ്യാരണ്ടി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റർ ആണ്, ഭയങ്കര ടാലന്റഡ് ആണ്. മമ്മൂട്ടിയെക്കാട്ടും ടാലന്റഡും ആണ്, മമ്മൂട്ടിയെക്കാട്ടും ഡെഡിക്കേറ്റർ ആണ്. പിന്നെ പുള്ളി സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന മറ്റേ എല്ലാ പ്രശ്നമുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയുടെ ഗുണമാണ് മമ്മൂട്ടി അല്ലാത്ത അഭിനയ കഴിവോ ഇത്ര ടാലന്റർ ഒന്നല്ല, ഇത്ര ഡെഡിക്കേറ്ററും അല്ല. പക്ഷെ പുള്ളി ശ്രദ്ധ പോയി സിനിമയിലാണ് യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നത്. അങ്ങനെ എക്സ്പെരിമെന്റ് ഒരുപാട് നല്ല മൂവീസ് ചെയ്യുന്നുണ്ട്. മോഹൻലാൽ ഇപ്പോഴും കംഫർട്ട് സോണിൽ പഴയ ഡയറക്ടേഴ്സിനൊപ്പം പഴയ പാറ്റേൺ ഫോളോ ചെയ്യണം. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ സ്റ്റോറി കേൾക്കുന്ന പോലും മോഹൻലാലല്ല, ആന്റി പെരുമാറാണ്. പഴയ ഡയറക്ടേഴ്സിന് മോഹൻലാലിനെ കാണാൻ പോലും പറ്റുന്നില്ല. മമ്മൂട്ടി അങ്ങനെയല്ല, എല്ലാം മമ്മൂട്ടിയുടെ കയ്യിലാണ്. മമ്മൂട്ടിയുടെ പടങ്ങൾ ഇത്രയും വ്യത്യസ്ത ജോണറാൻ കാരണം എന്താ? കാരണം യങ്സ്റ്റേഴ്സ് ആണ് ഡിഫറെന്റായി ചിന്തിക്കുന്നത്. ഇത് മറ്റേ സ്ഥിരം പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത് പഴയ ഡയറക്ടേഴ്സിനെ വെച്ചാൽ. അത് രഞ്ജിത്തിൽ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ കംഫർട്ട് സോണിലാണ്. പണ്ടല്ല എക്സ്പെരിമെന്റ് ചെയ്യാൻ 80s 90s മോഹൻലാൽ തന്നെയാണ്. ഇപ്പൊ ഏറ്റവും നല്ല മമ്മൂട്ടി തന്നെയാണ്. അതൊക്കെ മമ്മൂട്ടി നല്ല മോശം നടത്താൻ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ മോഹൻലാൽ ഓൾറെഡി സിനിമയിൽ ഫോക്കസ് അല്ല എന്ന് പറയാൻ മോഹൻലാൽ ബിസിനസ് പല കാര്യമുണ്ട്. കഥ കേൾക്കുന്ന പോലും മോഹൻലാലല്ല. ഇതെങ്ങനെ ശരിയാവും? പക്ഷെ മോഹൻലാലല്ല കഥ. ലിസ്റ്റിൽ എന്താ പറഞ്ഞ കഥ മോളെ കഥ കേൾക്കുന്നില്ല. ആന്റണിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോളെ അറിയില്ല ആ കഥ എന്ന് വെച്ച് മോഹൻലാലിന് ആകെ ലാലേട്ടൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. അതായത് എനിക്ക് ചെയ്യാൻ അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ സിനിമയാണ്. എനിക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. ബിസിനസ് അറിയില്ല. ബിസിനസ് അത് ആന്റി ബിർബാഡ് ചെയ്യണം. ആന്റി ബിർബാഡ് ബിസിനസ് ചെയ്യാൻ പറ്റാൻ മോഹൻലാൽ സിനിമയെ ശ്രദ്ധിക്കണം. സ്ക്രിപ്റ്റ് കഥ കേൾക്കേണ്ട മോഹൻലാലാണ്. മമ്മൂട്ടിയിൽ എപ്പോഴും മമ്മൂട്ടിയാണ് കേൾക്കണം. അതിൻ്റെതായ ഗുണമുണ്ട്. ഇപ്പൊ ആന്റണി കഥ കേൾക്കാൻ പോയാൽ ശരിയാവില്ല. അത് തന്നെയാണ് സിബി മലയിലെല്ലാം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പുള്ളി കഥ കേട്ടിട്ടുള്ള മറ്റു സിനിമ ദൃശ്യം അതുകൊണ്ട് മമ്മൂട്ടിക്ക് വന്ന ഒരു കഥയാണ്. ദൃശ്യമല്ല സ്ക്രിപ്റ്റ് കൊണ്ട് ഇട്ടായതാണ്. അല്ല, മമ്മൂട്ടി ആയാലും ആരും അഭിനയിച്ചാലും കുഴപ്പമില്ല. സ്ക്രിപ്റ്റ് ആണ് അത് മെയിൻ. അത് നേരെ അങ്ങനെയല്ല, കുറച്ചൊരു അഭിനയം. അതല്ലേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. ജിത്തു ജോസഫും ആന്റി പെരുമാറും നല്ല അടുപ്പമാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലേക്കാണ് മിക്കതും ചെയ്യുന്നത്, അടുപ്പം കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ബി ഉണ്ണികൃഷ്ണനും മേജർ രവിക്ക് ഇനിയും ചാൻസ് കൊടുക്കും. എത്ര പടം പൊളിഞ്ഞിട്ട് വീണ്ടും ചാൻസ് കൊടുക്കാം. അത് പ്രൊഫഷണലിസം അല്ല. ഇപ്പൊ അമീർ ഖാനെ പോലെ നടന്മാർ പറഞ്ഞിട്ടുണ്ടാ, എന്റെ ഭാര്യ ആണെങ്കിൽ പോലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ചെയ്യില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഫ്രണ്ട്സ് പല കമ്മിറ്റ്മെന്റ് പേരിൽ ചെയ്യാം. അങ്ങനെ അവസാനം പ്രേക്ഷകർ പറ്റിക്കപ്പെടുക.
ലാലേട്ടന്റെ എത്ര പടം ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓരോ സിനിമകളും എനിക്ക് ഞാൻ ലാലേട്ടൻ ഫാനാണ്. പക്ഷെ ലാലേട്ടൻ സിനിമയിൽ ശ്രദ്ധിക്കണം. കാരണം പുള്ളിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല. ഓരോ സിനിമകളും എപ്പോഴും ഓരോന്ന് ചെയ്യുന്നത് സിനിമ സ്ക്രിപ്റ്റിൽ നോക്കണം. നമ്മൾ നല്ല അഭിനേതാവാണ്, നല്ല ഡെഡിക്കേറ്റർ. പക്ഷെ സ്ക്രിപ്റ്റ് തന്നാവുണ്ട്. സിനിമ മോശമാവെന്ന് കരുതിയിട്ട് ആരെങ്കിലും അതില്ല. പക്ഷെ പുള്ളിക്ക് ഇപ്പോഴും ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, സിനിമ നന്നാവണം, കണ്ടന്റ് വേണം. 2, മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവും എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടി. ഇതിപ്പോ പല മൂവീസ് മോശമാണ്, കണ്ടന്റ് മോശമാണ്, പിന്നെ മാർക്കറ്റ് ചെയ്ത് എന്ത് കാര്യം? 1-2 സിനിമകളല്ലേ ആകെ മോശം. ഇപ്പൊ ഈ പറയുന്ന 2022 എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ മോഹൻലാലിന് കുറച്ച് ഫാക്ടേഴ്സ് എതിരുണ്ട്. റിലീജിയൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് വന്ന മോഹൻലാലിന് 1-2 ഫ്ലോപ്പ് വരുമ്പോഴേക്കും മോഹൻലാൽ ഫീൽഡ് ഔട്ട് ആണെന്ന് പറയും. അങ്ങനെ ഒന്നും ഫീൽഡ് ഔട്ട് ആവില്ല. മമ്മൂട്ടിയെ കഴിഞ്ഞ 40 പടവും ഫ്ലോപ്പ് ആയതാണ്. അന്ന് ആരും ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞില്ല. പക്ഷെ മോഹൻലാൽ തന്നെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. ഒരു പടം നന്നായി ഇപ്പൊ നേര് എന്താ ഓടുന്നു, പുള്ളി കഥ കേൾക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ നേര് മോഹൻലാൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ ആള്. മോഹൻലാൽ ബേസിക്കലി കലാകാരനാണ്. അതല്ല പണ്ട് 80s 90s മോഹൻലാൽ കഥ കേട്ടോണ്ടിരുന്നു. അന്ന് എന്താണ് മൂവീസ് ഉണ്ടായി. അതെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് മോഹൻലാൽ ഇത്ര നല്ല ഇപ്പൊ നേര് ഹിറ്റായി, ഒരു നല്ലത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ചെകുത്താനെ പോലുള്ളവരൊക്കെ ചെകുത്താനുള്ള പടം കാണാതെ പറയാം. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് അയാളുടെ ജീവിതോപാധിയാണ്. അയാൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നോക്കിയിട്ട് മോഹൻലാൽ ന്യൂസ് ആണ്. മോഹൻലാൽ വരെ കളി. അത് അയാൾ ഭീരുവാണ്. പറയട്ടെ, അയാൾ ദിലീപിനെ കുറിച്ച്, എന്റെ കൂട്ടുകാരനാണ്, ഡെയിലി സംസാരിക്കുന്നതാണ്. അയാൾ ദിലീപിനെ കുറിച്ചോ സിദ്ദിഖിനെ കുറിച്ചോ ഒന്നും ഇട്ടില്ല. പേടിയാണ്. മോഹൻലാൽ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ഭീരുത്വമാണ്. കാരണം മോഹൻലാൽ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. പുള്ളി ഇതൊന്നും വിട്ടുകളെ. അതുകൊണ്ട് അത് മുതലെടുക്കുകയാണ്. പുള്ളിയുടെ ജീവിതോപാധിയാണ്. കാരണം പുള്ളി ദിലീപിനെയോ സിദ്ദിഖിനെ കുറിച്ച് പറയാൻ പുള്ളിക്ക് പേടിയാണ്. ഇത് മോഹൻലാൽ എന്ത് പറഞ്ഞാലും മോഹൻലാൽ ഒന്നും ചെയ്യില്ലെന്ന് അറിയാം. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? കാരണം മോഹൻലാൽ അങ്ങനെയാണ്. ഇങ്ങനത്തെ ആരും ഇടപെടാറില്ല. പുള്ളി ആരും എന്ത് പറഞ്ഞാൽ പുള്ളി കേൾക്കില്ല. പുള്ളി ചെവിൽ കേട്ട് അവന് ജീവിതോപാധിയാണ്. പണ്ടം കൊടുക്കലില്ല. അവൻ നോക്കിയപ്പോ ഒരു നല്ല കോർണർ ഇവിടെ ഇറ്റ് ചെയ്താൽ പ്രശ്നമില്ലെന്ന് അറിയാം. എന്നാൽ ദിലീപിനെ കുറിച്ചോ സിദ്ദിഖിനെ കുറിച്ച് പറയാൻ പുള്ളിക്ക് പേടിയാണ്. ഇത്രമാത്രം ദേഷ്യം വരാനും ഒരു ആവശ്യമില്ല. പുള്ളി നല്ല നടനായിട്ട് പുള്ളി അംഗീകരിക്കുന്നില്ല. പുള്ളി മികച്ച നടൻ തന്നെയാണ്. പുള്ളി ഒരു മമ്മൂട്ടിയെക്കാട്ടിലും മികച്ച നടൻ മോഹൻലാൽ തന്നെയാണ്. ഇങ്ങനെ കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ല, നേരെന്ന് പറയുന്ന സംഭവത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ നേരെ മൂവി കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിന് മുമ്പ് പുള്ളി വിളിച്ചു ചോദിക്കാം പടം മോശമാണോ. എന്താ അങ്ങനെ വേണ്ട ആവശ്യം? ഞാൻ മോഹൻലാൽ ഫാൻ ആണെങ്കിലും മമ്മൂട്ടി പടം നല്ലതാണെന്ന് പറയും. ഇത് ആവശ്യമില്ലാത്ത പുള്ളി പറയുന്നത് വേറെ പടം നല്ലതായിരിക്കും. പക്ഷെ മോഹൻലാൽ കാണിക്കുന്ന പുള്ളി ചെയ്യുന്നത് ശരിയല്ല. മോഹൻലാലിന്റെ എല്ലാ പടത്തിനും പുള്ളി ഡിഗ്രേഡ് ചെയ്യുന്നു. ഇപ്പൊ മലയക്കോട് പാലം കാണുന്ന മുമ്പ് പറഞ്ഞ ഫ്ലോപ്പാണ്. ലൂസിഫർ പുള്ളി കണ്ടിട്ടില്ല. കാണാതെ എങ്ങനെ പറയാൻ പറ്റും? ഒരു പടം കാണാതെ എങ്ങനെ പറയാൻ പറ്റും? ഇത് വളരെ വ്യക്തിപരമായ എന്താ മനസ്സിലായില്ല. മോഹൻലാൽ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭീരു തന്നെയാണ്. ഭീരുവാണ്. തുറന്നു പറയാൻ ഭീരുവാണ്. കാരണം അങ്ങനെ ഞാനാണെങ്കിൽ എല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും ദിലീപിനും പൃഥ്വിരാജ് എല്ലാവരും കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇയാളെ മാത്രം മോഹൻലാലിനെ മാത്രം കോൺട്രാക്ട്. കാരണം പുള്ളി ഒന്നും ചെയ്യില്ല. ഇത് മമ്മൂട്ടിയെ കുറിച്ചാണെങ്കിൽ പോലും പണി കിട്ടിയാണ്. ഇത് മോഹൻലാലായ കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്.